നിങ്ങളുടെ ഭവനം നിങ്ങൾക്ക് പരിശുദ്ധമാണ്, സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇടം. എന്നാൽ ഐക്യവും വിശ്വാസവും തകർത്ത് പിശാചിനെ നുഴഞ്ഞു കയറാൻ കഴിയുന്ന 3 വാതിലുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈ മറഞ്ഞിരിക്കുന്ന പ്രവേശന കവാടങ്ങൾ ഏതാണെന്നും ബൈബിളിൻ്റെ ജ്ഞാനമനുസരിച്ച് അവയെ എങ്ങനെ ദൃഢമായി അടച്ചിടാമെന്നും നോക്കാം. ആദ്യത്തേത് ക്ഷമിക്കാത്തതാണ്. പകയിൽ മുറുകെ പിടിക്കുകയും വിദ്വേഷം സൂക്ഷിക്കുന്നതും ശത്രുവിന് വേണ്ടി നിങ്ങളുടെ മുൻവാതിൽ തുറന്നിടുന്നത് പോലെയാണ്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്ന് എഫേസോസ് 4-26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ക്ഷമിക്കുന്നത് സമാധാനത്തിൻ്റെ താക്കോലും ഭിന്നതയ്ക്കെതിരായ കവചവുമാണ്. രണ്ടാമത്തേത് ഭയവും സംശയവുമാണ്. ഭയത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടില്ല. ഭയം ശത്രുവിനെ വാതിൽ തുറന്നുകൊടുക്കുകയാണ്. 2 തിമോത്തി 1:7 നമ്മെ ഓർമ്മിപ്പിക്കുന്നതിതാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സ്നേഹവും ശക്തിയും നല്ല മനസ്സുള്ള വിശ്വാസവും ഈ വാതിലടയ്ക്കുന്നു. മൂന്നാമത്തേത് അനുസരണക്കേടും പാപവുമാണ്. പാപത്തിൽ ജീവിക്കുന്നത് നെഗറ്റീവ് സ്വാധീനത്തെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. 1 പത്രോസ് 5:8 പറയുന്നതിതാണ്. ശത്രുവിനെതിരെ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെടുകയാണ്. ക്ഷമയോടെ വിശ്വാസവും അനുസരണവും ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെ ഭവനത്തിലെ ഈ 3 വാതിലുകൾ നമുക്കടയ്ക്കാം.